അപ്പൊ കപ്പൽ ഏകദേശം നമ്മള് കൊച്ചിന്ന് വിടാനായിട്ടാ. അപ്പൊ കൊച്ചിയില് നമ്മള് ഈ കപ്പലിന് തൊട്ടടുത്തായിരുന്നു നമ്മളെ കപ്പൽ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം സെന്റർക്ക് ആക്കിയതിന് ശേഷം കപ്പലിങ്ങനെ പോവാൻ നിക്കാണേ. അപ്പൊ എല്ലാരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കപ്പലില് കൊച്ചിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇതേമാതിരി ബിൽഡിങ്ങുകളോ ഇതുപോലെ വലിയ സംഭവമൊന്നും കാണാനില്ല. പിന്നെ ഫുള്ള് വെള്ളായിരിക്കുമല്ലോ. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഇതായി നിക്കാട്ടോ. കപ്പൽ യാത്ര ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ അറേബ്യൻ സീ കപ്പല്. നേരെ കാണുന്ന കപ്പല്. നമ്മള് കപ്പലിന് അതേപോലെ വേറൊരു കപ്പലാണ് അറേബ്യൻ സീ. അത് വേറെ ഏതോ 2, 3 ദ്വീപ്ക്ക് പോവുണ്ട്. നമ്മള് പോയേന്റെ ബാക്കിൽ അതും വരും. നമ്മള് പോണ കപ്പല് 3 ദ്വീപ്ക്കും പോവുണ്ട്ട്ടാ. ഈ കിൽത്താന്, ചെത്തലത്ത്, ബിത്ര. അത് നമ്മള് പോണ ദ്വീപിന്റെ പേര് ചെത്തലത്താട്ടോ. ഇത് ആദ്യം പോണത് കിൽത്താൻ എന്ന് പറഞ്ഞ ദ്വീപ്ക്കാണ്. പിന്നെ അവിടുന്ന് ചെത്തലത്ത്ക്ക് വേറെ ദ്വീപ്ക്ക് പോകും. നമ്മള് പോണ ദ്വീപ്ക്ക് ചെത്തലത്താണ്. ആദ്യം കിൽത്താന്, പിന്നെ ചെത്തലത്ത്, പിന്നെ ബിത്ര, പിന്നെ വീണ്ടും ചെത്തലത്ത് വരും. പിന്നെ കിൽത്താനില് പോയിട്ട് കൊച്ചിക്ക് വരും. അങ്ങനെയാണ് ഇതിന്റെ ഷെഡ്യൂൾ ട്ടോ. അതുകൊണ്ട് ഞങ്ങള് കപ്പല് പുറപ്പെട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ തിളക്കുന്നുണ്ട്. ഇവിടെ വലിയ കപ്പൽ നിർത്തിയിട്ടുണ്ട്. അതെന്താ സംഭവം അറിയില്ല. എന്തെങ്കിലും നേവിൻ്റെതോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിന്റെ ആദ്യം ആയിരിക്കും കേട്ടോ. കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുമ്പോൾ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയാൽ കാണാൻ കഴിയില്ല. നമ്മൾ അവിടുന്ന് പോകുന്നത് കേട്ടോ. ആ കപ്പൽ ഇതേമാതിരി പോകാൻ റെഡി ആയിട്ടുണ്ട്. അതിനെ വലിക്കാൻ വേണ്ടിയിട്ട് മറ്റേ സപ്പോർട്ട് ചെയ്യുന്ന മറ്റേ കപ്പൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൊച്ചി ആസ്വദിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ പോകണ ബിൽഡിംഗ് ഒക്കെ ഇവിടുന്ന് കാണാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ കഴിയില്ല. ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണേ. കുറച്ചങ്ങോട്ട് പോന്നപ്പോൾ തന്നെ വെള്ളത്തിന്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടാ. നല്ലൊരു ഇതായി വരുന്നുണ്ട്. നമ്മള് കപ്പൽ നിർത്തിയ ഭാഗത്ത് ഭയങ്കര ചളി, കട്ട ചളിയായിട്ടുള്ള സ്ഥലമുണ്ടാ. അപ്പൊ ആ കാണുന്ന കപ്പലും ദ്വീപ്ക്ക് പോണ കപ്പലാട്ടോ. ലഗോണോ കോറലോ എന്താണ് അതിന്റെ പേരിട്ടോ. അത് നമ്മളീ പോണേക്കാട്ടിയും ഉഷാറ് കപ്പലാണത്. ദ്വീപുകൾക്ക് പോണ കപ്പലല്ല. ഇവിടെ എന്തൊക്കെയോ ഫാക്ടറികളും മറ്റും മറിച്ചൊക്കെ ഉണ്ട് ട്ടോ. കൊച്ചിയല്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്തോ ഒരു കപ്പലൊക്കെ ഉണ്ട്. ചെറിയൊരു ബോട്ട് കപ്പല്. ഇതെന്താന്ന് അറിയില്ല. ഒരുപാട് കപ്പലുണ്ട്. നമ്മൾ അതിന്റെ ബാക്കിലാണ് ഞാൻ പറഞ്ഞ ദ്വീപക്ക് പോണ കപ്പല് ട്ടോ. അത് അടിപൊളി കപ്പലാണ്. കഴിഞ്ഞ 31-ാം തീയതി ആ കപ്പൽ ദ്വീപ് പോയിനി. ഇനിയിപ്പോ 14-ാം തീയതി ഉണ്ട് ആ കപ്പൽ ട്ടോ. ആ കപ്പലെത്തി. ഇതാണ് ആ കപ്പൽ ട്ടോ ഞാൻ പറഞ്ഞത്. ലഗോൺ ആണ് കപ്പലിന്റെ പേര് ട്ടോ. ലഗോൺ ലഗോൺ. ആ കപ്പൽ നല്ല വലിപ്പമാണ് ട്ടോ. നമ്മള് മൊബൈലിലൂടെ കാണുമ്പോൾ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് അറിയില്ല. നേരിട്ട് കാണുമ്പോൾ നമ്മുടെ കപ്പലിന്റെ അതേ വലിപ്പമുള്ള കപ്പൽ തന്നെ ട്ടോ. ഒന്നും കൂടി സെറ്റപ്പ് ആന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. നമ്മള് പോണ കപ്പലിനെ കാട്ടി ഒന്നും കൂടി സെറ്റപ്പ് ആണ്. അതിന്റെ ഉള്ളിൽ സൗകര്യങ്ങളും മറ്റേതും മറിച്ചൊക്കെ എല്ലാവരും പറയലുണ്ട്. നമുക്കറിയില്ല. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതിന്റെ പേര് ലഗോൺ ആണ്. എം.വി. ലഗോൺ എന്നാണ്. എം.വി. ലഗോൺ ഉണ്ട്. അതേപോലെ തന്നെ ഇതേമാതിരി വേറെ കപ്പലുണ്ട്. എൻ.വി. കോറൽസ് പറഞ്ഞാണ്ട്. നമ്മളെ പോലത്തെ അങ്ങനെ പിന്നെ നമ്മൾ പോണ കപ്പലാണ് ലക്ഷദ്വീപ് സീ. പിന്നൊന്ന് അറേബ്യൻ സീ നേരത്തെ കണ്ടേ. പിന്നെ ഏറ്റവും വലിയ കപ്പലുണ്ട് വേറെ കവരത്തി ഷിപ്പ് പറഞ്ഞാണ്ട്. അത് ഞാൻ പോണ ദ്വീപിക്കൊന്നും പോകില്ല. അത് കവരത്തിക്കും അഗത്തി അങ്ങനത്തെ ദ്വീപിക്ക് മാത്രം പോണതാണ്. മറ്റേ ബാക്കിയുള്ള 4 കപ്പൽ എല്ലാ ദ്വീപിക്കും പോകുന്നുണ്ട്. അപ്പൊ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഓരോ ബിൽഡിങ്ങുകൾ കണ്ട് ഇങ്ങനെ കടലിന്റെ ആഴത്തിലേക്ക് പോവാണ്. അതിനിടയിൽ കൂടെ മെട്രോ വാട്ടർ മെട്രോ സപ്പോർട്ട് ഇതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യണം കേട്ടോ. വാട്ടർ മെട്രോ കണ്ടാൽ കണ്ടോളിട്ടാ. വാട്ടർ മെട്രോ ആണ് പോണത്. അപ്പൊ ഇങ്ങനെ കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ദൂരം ഇങ്ങനെ താണ്ടിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മള്. ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് കടലിലേക്ക് പോവാട്ടോ. വെള്ളം എന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ അങ്ങനെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ട്ടോ. നല്ല ക്ലിയർ ആയി വരൽ തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്ന ബോട്ട് എന്താ വെച്ചാൽ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ കപ്പല് എന്ന് പറഞ്ഞാല് എന്താ പറയാ, പിന്നെ കപ്പലിൽ ഇപ്പം ഓടിക്കണ ആളുണ്ടല്ലോ പൈലറ്റ്. മൂപ്പര് ആ കൊച്ചിയിൽ നിന്ന് ഏകദേശം കുറച്ച് ട്രാക്ക് റെഡിയാക്കാൻ വേണ്ടി ഇവിടുന്നൊരാൾ പറഞ്ഞതാണ്. അതായത് കുറച്ച് ഓട്ടിയിട്ട് നേരെ ലെവലാക്കി കൊടുക്കും. അതായത് ഏകദേശം കട എന്തോ ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡർ വരെ കടത്തി കൊടുക്കുന്നത് വേറെ ടീമാണ്.
അപ്പോൾ ആ ടീം നമ്മളിപ്പോൾ കപ്പലിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓലാണ് ഇപ്പോൾ കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടീം ഏകദേശം കപ്പൽ ഒരു ട്രാക്കിൽ ഓടി ആയതിന് ശേഷം ഓല് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ വേറെ ആൾക്കാരാണ് വണ്ടി ഓടിക്കുന്നത്, കപ്പൽ ഓടിക്കുക. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് ബാക്കിൽ വരുന്ന ബോട്ടാണത്. ആ ബോട്ടുമ്പോൾ തന്നെ ഉണ്ടാവും പൈലറ്റ് നീതിയിട്ടുണ്ടാവും കേട്ടോ. ആ ബോട്ട് നമ്മളെ കൂടെ വരികയാണ്, ഉണ്ടാവും പൈലറ്റാണ് ബോട്ടിൽ. അപ്പോൾ പൈലറ്റുമാരെ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. നമ്മളിപ്പോൾ പോണ ബോട്ടിൽ എന്തോ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയ വരെ വേറെ അഡീഷണൽ ടീമാണ് ചെയ്തിട്ട് കപ്പൽ ട്രാക്ക് കയറ്റി കൊടുക്കുന്നത്. ആ ട്രാക്ക് കയറ്റി കൊടുത്തതിന് ശേഷം ഓലിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൽ പോകും. അപ്പോൾ ഓരെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന കപ്പലാണ് കേട്ടോ, ബോട്ടാണ്. അപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വിട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ അടുത്ത് നിന്ന് കപ്പൽ ട്രാക്ക് കയറാനായിട്ടുണ്ട്. അപ്പോൾ ട്രാക്ക് അവിടെ നോക്കിയാൽ കാണാൻ കഴിയും. അവിടുന്ന് ഒരു പൈലറ്റ് ഇതിൻ്റെ ആൾ നേരെ ഇറങ്ങി അതിലേക്ക് ഇറങ്ങാം കേട്ടോ. അതിലേക്ക് ഇറങ്ങിയിട്ട് ഓല് പോകും. നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് വേറെ ടീമായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പൈലറ്റിൻ്റെ ഈ ചെറിയ ബോട്ട് നമ്മളെ പിന്തുടർന്ന് വന്നത്. നമ്മൾ ഏകദേശം കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് ഏകദേശം ട്രാക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ പൈലറ്റിനെ കയറ്റിയാണ്ട് ആ ബോട്ട് പോകും. നമ്മൾ കൊച്ചിയോട് വിട പറയുകയാണ്. അപ്പോൾ ആ പൈലറ്റിനെ കൊണ്ടുവന്ന ബോട്ട് നേരെ റിട്ടേൺ കൊച്ചിക്ക് തന്നെ പോവുകയാണ്. നമ്മൾ നേരെ കടലും കടന്നാണ്ട് നേരെ പോകുന്നതാണ്. അപ്പം ഇനി ഉൾക്കടലിലത്തെ വീഡിയോ, കടലിൽ പോകുമ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി മരങ്ങളൊന്നും കാണാൻ പറ്റൂല കേട്ടോ. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ഫുള്ള് അടുത്ത വീഡിയോ വരും കേട്ടോ. ആയക്കടലിൽ പോയതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ വരും കേട്ടോ. നമ്മളത് കൊച്ചിയിൽ നിന്ന് എത്രയോ ദൂരത്തേക്ക് പോയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റിനടുത്ത് വെച്ചാൽ ചെറിയ കപ്പൽ ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ കൊച്ചിയിൽ. അടുത്ത വാട്ടർ മോട്ടർ ഇതാ പോണേ. വാട്ടർ മോട്ടർ ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒന്ന് അങ്ങോട്ട് ആദ്യം പോയിട്ടുണ്ട്, രണ്ടാമത് പോണേ. വാട്ടർ മോട്ടർ ഒരുപാട് ഉണ്ടെന്നുണ്ട്. അപ്പം ഏകദേശം കൊച്ചിയിൽ നിന്ന് വിട പറയാൻ പോവാണേ. അപ്പോൾ നമ്മൾ ഊർന്നാട്ടോ വന്നത്, ഒരുപാട് ലോങ് നിന്നാണ് വന്നത് കേട്ടോ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ, ആ കാണുന്ന സ്ഥലം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റൂല, ഫുള്ള് വെള്ളമായിരിക്കും. അപ്പോൾ കപ്പൽ പോകുന്നതിൻ്റെ ബാക്ക് വാട്ടറായി കാണുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ കൊച്ചിയൊക്കെ വിടാറായി. കപ്പൽ സ്പീഡ് കൂടി, കപ്പൽ ദേ കാണുന്ന കടലിലേക്ക് പോവുകയാണ്, ലക്ഷദ്വീപ് താണ്ടി പോവുകയാണ്. ഇനി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല, ഒള്ളി വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. കൊച്ചിയൊക്കെ അങ്ങ് ദൂരെയായി മാറി. കൊച്ചി നോക്കി ഇവിടുന്ന് കൊച്ചിയൊക്കെ നമ്മളെ വിട്ട് പോവാണ്. അപ്പോൾ ബാക്കി ആയക്കടലിലുള്ള വീഡിയോസും വെള്ളത്തിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസ് അടുത്ത വീഡിയോസോടെ ബാക്കി വീഡിയോ നമ്മൾ ഇറക്കുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.
കപ്പൽ നല്ല സ്പീഡായിട്ടാ. നമ്മൾ കപ്പലിലൂടെ ഇങ്ങനെ നടന്നു നോക്കുക. കപ്പൽ ഏകദേശം കൊച്ചി വിട്ട് ഇങ്ങനെ കവറായി പോകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്നും കാണാൻ പറ്റൂല, ഫുള്ള് വെള്ളം. കൊച്ചിതാ കണ്ണെത്താ ദൂരത്തെത്തി. കപ്പലിൻ്റെ തുളച്ച് കയറി പോയിക്കൊണ്ടിരിക്കുക വെള്ളത്തിലൂടെ. കപ്പൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് വിട്ടിട്ട് നേരെ ദ്വീപിലോട്ടുള്ള യാത്രകളാണ്. അപ്പോൾ ബാക്കി ദ്വീപത്തെ വിശേഷങ്ങളും പോകുന്ന ആയക്കടലിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.